കൗമാരക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങളിലൂടെയാണ് കൗമാരം കടന്നുപോകുന്നത്. ഇത് തിരിച്ചറിയാനും അതിനു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കൗമാരക്കാർക്ക് കഴിയണം. തൊട്ടാൽ പൊട്ടുന്ന പ്രായമെന്നു കൗമാരത്തെ വിശേഷിപ്പിക്കാം. ആൺകുട്ടിയിലും പെൺകുട്ടിയിലും ലൈംഗികപരമായി അടിമുടി മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലമാണിത്. ഈ പ്രായത്തിൽ ലൈംഗികതയോട് താൽപര്യം തോന്നുക തികച്ചും സ്വാഭാവികം മാത്രമാണ്. എന്നാൽ ഈ ലൈംഗിക താൽപര്യം പ്രായത്തിൻ്റെതായ ജിജ്ഞാസ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. കൗമാരക്കാലത്ത് ശരീരത്തിൽ സംഭവിക്കുന്ന രാസമാറ്റങ്ങൾ ഇതിന് മുഖ്യ പങ്ക് വഹിക്കുന്നു. ഈ പ്രായത്തിൽ സെക്സിനോടുള്ള താൽപര്യം ഒരിക്കലും ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിൽ അവസാനിക്കേണ്ടതല്ല. പക്ഷേ ഇന്നത്തെ തലമുറ കൗമാരമെത്തുന്നതോടെ ലൈംഗികതയിലേക്ക് കൂടുതൽ അടുക്കുന്നു. മനസ്സിലെ ലൈംഗിക ചിന്തകളെ ലൈംഗിക ബന്ധത്തിൽ തന്നെ കൊണ്ടു ചെന്നെത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതിനായി എല്ലാ ധാർമ്മികതകളെയും മൂല്യങ്ങളെയും കാറ്റിൽ പറത്താനും അവർക്ക് മടിയില്ല. സാമൂഹിക മാധ്യമങ്ങളുടെ ഇറാഷണലായ ഉപയോഗവും നല്ല സൗഹൃദങ്ങളുടെ ദൗർലഭ്യവും ഇതിന് കാരണമാകുന്നു. ഓർഗനൈസ്ഡ് ആയ സാമൂഹിക ചുറ്റുപാടിൽ വളരുന്ന പെൺകുട്ടികളെ ഇത് അങ്ങനെ ബാധിക്കാറില്ല. എന്നാൽ പുരോഗമന കാഴ്ചപ്പാടുകളുള്ളവരെന്ന് അഭിമാനിക്കുകയും തന്റെ മക്കളോട് പോലും സംസാരിക്കാതെ സോഷ്യൽ മീഡിയയിൽ മുഴുകുന്ന രക്ഷിതാക്കളും പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വിമുഖത കാണിക്കുന്ന സഹോദരീ സഹോദരന്മാരും സ്വന്തം നാശത്തിന് തുടക്കമിടുകയാണെന്ന് അറിയുന്നില്ല. കൗമാരത്തിലേക്ക് കടക്കും മുമ്പ് ആൺ-പെൺ സൗഹൃദങ്ങൾ രൂപപ്പെടുന്നു. മനസ്സിൽ ലൈംഗിക ചിന്തകൾ ഉടലെടുക്കുന്ന കാലത്തുതന്നെ ലൈംഗികത തിരിച്ചറിയുകയാണ് പുതുതലമുറ. ജീവിതം എന്നാൽ ആഘോഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും ആഘോഷമെന്നാൽ അത് സെക്സാണെന്നുമുള്ള ധാരണയാണ് കൗമാരക്കാർക്കുള്ളത്. സൗഹൃദങ്ങൾ പോലും രഹസ്യസംഗമങ്ങൾക്കുള്ള മറയായി കൗമാരം കരുതുന്നു. ലൈംഗികത എന്താണെന്നും എന്തിനാണെന്നും അറിഞ്ഞു തുടങ്ങേണ്ട പ്രായത്തിൽ എല്ലാവിധ ലൈംഗിക അനുഭവങ്ങളും അവർ അറിയുന്നു. തുറന്ന സെക്സിനും തയ്യാറായ തലമുറ സാമൂഹിക വിപത്ത് തന്നെയാണ്. അസഹിഷ്ണുത ഇതിന് പ്രധാന കാരണമാണ്. ലൈംഗികത തങ്ങളുടെ അവകാശമാണെന്ന മട്ടാണ് കുട്ടികൾക്കുള്ളത്. മുമ്പൊക്കെ വിവാഹിതർ പോലും പൊതുസ്ഥലങ്ങളിൽ കൈകോർത്തു പിടിച്ചോ തൊട്ടുരുമിയോ നടക്കാൻ മടിച്ചിരുന്നെങ്കിൽ ബസ്സിലും ബസ് സ്റ്റാൻഡിലും ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലുമെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കാനും ബാഹ്യലൈംഗികത ആസ്വദിക്കാനും ഇന്ന് കൗമാരം മടിക്കുന്നില്ല. എന്തിനേയും വ്യക്തി സ്വാതന്ത്ര്യം എന്ന ലേബലിൽ ന്യായീകരിക്കുന്ന പ്രവണത, മറ്റാരെങ്കിലും കാണുമെന്നോ ശ്രദ്ധിക്കുമെന്നോ ഉള്ള ചിന്ത അവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നില്ല. അന്തർ സംസ്ഥാന ബസ്സുകളിൽ മാത്രം നടന്നിരുന്ന ലൈംഗിക ക്രിയകൾ നാട്ടിൻ പുറങ്ങളിലെ ഓർഡിനറി ബസ്സുകളിലും കാണാം. വീട്ടുകാരോ നാട്ടുകാരോ കാണുമെന്നോ പിടിക്കപ്പെടുമെന്നോ ചോദ്യം ചെയ്യപ്പെടുമെന്നോ പേരുദോഷം കേൾക്കുമെന്നോ ഉള്ള പേടിയില്ല. മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുന്ന വേഷങ്ങൾ ധരിക്കുകയും എല്ലാവിധ ദുഷ്കർമ്മങ്ങളിലും ഏർപ്പെടുകയും ചെയ്ത ശേഷം മീറ്റു പറഞ്ഞു മാധ്യമങ്ങളിൽ വന്ന ധാർഷ്ട്യത്തോടെ അനുഭവം പങ്കുവെക്കുന്നത് കേട്ടാൽ കൂടുതൽ പങ്കാളികളെ ക്ഷണിക്കുകയാണോ തോന്നിപ്പോകും. മൊബൈൽ ബന്ധങ്ങൾ യുവതലമുറയെ വഴി തെറ്റിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ കൊച്ചു കുട്ടികൾക്ക് എവിടുന്നു കിട്ടുന്നു ലൈംഗികതയെക്കുറിച്ചുള്ള ഈ അറിവുകളും അഭിനിവേശവും എന്ന് സ്വാഭാവികമായും സംശയിക്കാം. ഇന്റർനെറ്റും മൊബൈൽ ഫോണും തന്നെ വില്ലന്മാർ. ലൈംഗികത എന്നാൽ ശരീരസുഖത്തിനു മാത്രമാണെന്ന തെറ്റായ ധാരണ കുരുന്നു മനസ്സുകളിൽ നിറക്കാൻ ഇത്തരം ആധുനിക വിവരസാങ്കേതികവിദ്യയുടെ വരവുകൊണ്ട് സാധിച്ചു. മൊബൈൽ ഫോൺ ഇതിൽ ഒന്നാം സ്ഥാനത്താണ്. 3-4 മൊബൈലുകൾ കൊണ്ടു നടക്കുന്ന യുവതീ-യുവാക്കളുണ്ട്. അതിന്റെ പേരിൽ പൊങ്ങച്ചം പറയുകയും ന്യായീകരിക്കുകയും സ്വന്തം വീഴ്ചകൾക്ക് മറയാക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളും ഉണ്ട്. മദ്യപാനികളെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും ന്യായീകരിക്കുന്ന അഭിനവ രക്ഷിതാക്കളുണ്ട്. അതല്ലെങ്കിൽ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ആളുകളും ഈ പുരോഗമന ന്യായീകരണ വിഭാഗത്തിൽപ്പെട്ടവരാണ്. മൊബൈൽ ഫോൺ ബന്ധങ്ങളാണ് കൗമാരക്കാരായ പെൺകുട്ടികളെ ലൈംഗികതയിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത്. കൗമാരക്കാരായ പെൺകുട്ടികളെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വലയിൽ വീഴ്ത്തുന്ന പ്രത്യേക മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ വലയിൽ കുടുങ്ങി ജീവിതം താളം തെറ്റിയ നിരവധി കൗമാരക്കാരെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കൗൺസലിംഗ് സെന്ററുകളിലും കാണാനാവും. തന്റെ വീഴ്ചകൾ മൂലമുണ്ടാകുന്ന തിന്മകൾ പിന്നീട് ലവ് ജിഹാദ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്നു. അതോടെ ജീവിതം തകർന്നു. സ്വാർത്ഥത മൂലം അതുവരെ കൂടെ നിന്നവരൊക്കെ തള്ളി പറഞ്ഞു സ്വന്തം കാര്യം നോക്കിപ്പോകുന്നു. ദൃശ്യം സിനിമയിൽ ശ്രീ മോഹൻലാലിന്റെ പ്രവൃത്തി ഉചിതമായില്ല. അത്തരം കാര്യങ്ങൾ സമൂഹത്തെ വഴി തെറ്റിക്കുന്നു എന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത പരിഷ്കർത്താക്കളുണ്ട്. എന്നാൽ ശ്രീ മോഹൻലാൽ വിവിധ സിനിമകളിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്.
ഞാൻ അത് ചെയ്യില്ല, നിങ്ങളെ ചെയ്യാൻ സമ്മതിക്കുകയുമില്ല. ഇത് കേട്ട് ഒരാളും മോഹൻലാലിനെ ന്യായീകരിക്കുന്നത് കേൾക്കാനില്ല. മാത്രമല്ല, സമൂഹത്തിൽ മയക്കുമരുന്നിന്റെ സ്വാധീനം ദിവസേന എന്നോണം കൂടി വരുന്നു. യുവതലമുറ കൂടുതൽ വഴി തെറ്റുന്നു. നിഷ്ക്രിയത്വം ഒരു അലങ്കാരമാണോ എന്ന തോന്നൽ വ്യാപകമാകുന്നു. ലൈംഗികത ശാരീരിക സുഖം മാത്രമല്ല എന്ന തിരിച്ചറിവ് പുതുതലമുറയ്ക്കില്ല. ലൈംഗികതയിൽ നിന്നും ലഭിക്കുന്ന ശാരീരിക സുഖമാണ് പലപ്പോഴും കൗമാരക്കാരെ പ്രലോഭിപ്പിക്കുന്നത്. ശരീരവളർച്ച ആരംഭിക്കുന്നതോടെ പലതരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും മനസ്സിൽ രൂപപ്പെടും. അതിൽ ഏറ്റവും പ്രധാനം ലൈംഗികതയെക്കുറിച്ചുള്ളതാണ്. അതുകൊണ്ടുതന്നെ ഈ പ്രായത്തിൽ സെക്സിന് ഏറെ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യും. ശരീരത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ പരീക്ഷിക്കുന്നതിന് താൽപ്പര്യമുണ്ടാകുന്നു. ശരീരത്തിൽ അനുഭവപ്പെടുന്ന അന്യസ്പർശനത്തിൽ ലൈംഗിക സുഖം ലഭ്യമായെന്നിരിക്കും. ഇങ്ങനെ സെക്സ് ശാരീരിക സുഖത്തിനു വേണ്ടി മാത്രമാണെന്ന മിഥ്യാധാരണ കുട്ടികളിൽ രൂപപ്പെടുന്നു. കൗമാരക്കാലത്ത് സെക്സിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടുന്നതിന്റെ മുഖ്യ കാരണവും ഇതുതന്നെ. സെക്സ് റാക്കറ്റുകളിലും മൊബൈൽ ഫോൺ ക്ലിപ്പിംഗുകളിലും പെൺകുട്ടികൾ പെട്ടുപോകുന്നതും ഇതുകൊണ്ടാണ്. എന്നാൽ കേവലം ശാരീരിക സുഖമല്ല സെക്സ് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന തിരിച്ചറിവ് കൗമാരക്കാർക്ക് എവിടെ നിന്നും ലഭിക്കുന്നില്ല. എന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് സെക്സിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്ന് കരുതുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷേ സെക്സിനെക്കുറിച്ച് ഏറെക്കുറെ ധാരണകൾ കൗമാരക്കാർക്കുണ്ട്. അവ പലപ്പോഴും തെറ്റിദ്ധാരണകളാവുമെന്നു മാത്രം. ഇത്തരം തെറ്റിദ്ധാരണകൾ തിരുത്താനുള്ള മാർഗങ്ങൾ വീടുകളിലോ സ്കൂളുകളിലോ ഇല്ല. പകരം കൗമാരക്കാർ തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. എളുപ്പത്തിൽ ധനം സമ്പാദിക്കാൻ അവർ നാർക്കോട്ടിക്സ് ഇടപാടുകളിൽ ചെന്ന് ചാടുന്നു. ലൈംഗികത ശാരീരിക സുഖം എന്നതിലുപരി ശക്തമായ കുടുംബബന്ധത്തിന്റെ അടിത്തറയാണ്. വിവാഹശേഷം ഭാര്യാഭർത്തൃബന്ധം ഈടുറ്റതാക്കുകയും സന്താനപരമ്പര സൃഷ്ടിക്കുകയുമാണ് സെക്സിന്റെ അടിസ്ഥാന ധർമ്മം. ഇതു മറന്ന് സെക്സ് ശാരീരിക സുഖത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നതാണ് ഇന്നു കാണുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം. സമ്പന്നമായ നമ്മുടെ സംസ്കാരം ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനുവേണ്ടി വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം പാടില്ലെന്ന് എല്ലാ മതവിഭാഗങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ സംസ്കാരത്തിന്റെ കാത്തുസൂക്ഷിപ്പിനു വേണ്ടിയാണ്. കൗമാരക്കാർ ശ്രദ്ധിക്കാൻ ചില പ്രധാന കാര്യങ്ങളുണ്ട്. കൗമാരക്കാരായ പെൺകുട്ടികളെ പ്രണയം നടിച്ചും അല്ലാതെയും സെക്സിന് പ്രേരിപ്പിക്കുകയും പിന്നീട് നിർബന്ധിക്കുകയുമാണ് പതിവ്. ഇപ്പോൾ ആണെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ ആവിർഭാവം കൊണ്ട് രഹസ്യമായി വീഡിയോ എടുക്കും, പിന്നീട് അത് കാണിച്ചു ഭീഷണിപ്പെടുത്തും. എടുത്തുചാട്ടം ജീവിതം നശിപ്പിച്ച എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ചെറുപ്രായത്തിലുള്ള ലൈംഗിക അനുഭവങ്ങൾ ഭാവിയിൽ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾക്കും ഇടയാക്കും. ചിലപ്പോൾ കുടുംബ ജീവിതത്തിലും താളപ്പിഴകൾ സൃഷ്ടിച്ചെന്നിരിക്കും. അതിനാൽ മാനസികമായും ശാരീരികമായും പക്വതയാർജിച്ചതിനു ശേഷം നിയമപരമായ നടപടികൾ അഥവാ വിവാഹശേഷം മാത്രമേ സെക്സ് പാടുള്ളൂ. കൗമാരപ്രായമാകുന്നതോടെ ശാരീരിക വളർച്ചയും ലൈംഗിക വളർച്ചയും ആരംഭിക്കുമെങ്കിലും സെക്സിന് പാകമായിട്ടില്ലെന്ന് മനസ്സിലാക്കുക. കൗമാരപ്രായക്കാരായ പെൺകുട്ടികളെ ലൈംഗികതയിലേക്ക് നയിക്കുന്ന ചില പ്രലോഭനങ്ങൾ ശ്രദ്ധിക്കുക. കൂട്ടുകാരിൽ നിന്നും ഇതുണ്ടാവാം. ഇത്തരം ചതികൾ തിരിച്ചറിയുക. നിങ്ങളെ നശിപ്പിക്കുന്നതിൽ ചതിക്കുന്നതിൽ പ്രധാനി നിങ്ങളുടെ അനാവശ്യങ്ങളെ ന്യായീകരിക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കൾ തന്നെയാണ്. അതിന് ഉപയോഗിക്കുന്ന പ്രധാന വാചകം ഇന്നത്തെ തലമുറ ആനയാണ് മലയാണ് എന്നൊക്കെയാണ്. സ്വന്തം കഴിവുകേടിനെ മറക്കുന്നതിനുള്ള മറയാണ് ഇത് പലർക്കും. നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ ജീവിക്കുന്നത് അങ്ങേയറ്റം അസഹിഷ്ണുത ഉള്ള, വളരെ തീവ്രവും തീക്ഷണവും വോളടൈലുമായ അടിസ്ഥാനമില്ലാത്ത ഒരു സമൂഹത്തിലാണ്. നിങ്ങളുടെ വീഴ്ച നിങ്ങളുടെ മാത്രമാണ്. നിങ്ങളെ ലക്ഷ്യമിട്ടുള്ള ചതിയന്മാരുടെ പ്രധാനമായി കേട്ടുവരാറുള്ള ക്ലിഷേ വാചകങ്ങൾ ഇനി പറയാം. പൊതുവായ ഒരു നമ്പർ എന്നോടുള്ള നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നീ അതിന് സമ്മതിക്കും എന്നതാകും. അടുത്ത നമ്പർ ന്യൂ ജനറേഷൻ കാലത്ത് ഇതൊക്കെ നാട്ടുനടപ്പല്ലേ, എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നീ അറിയുന്നില്ലെന്ന് മാത്രം. ന്യൂ ജനറേഷൻ തലമുറയിൽ ഈ സമയത്ത് സെക്സിലേർപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാകുമോ എന്നതാകും വേറെ ഒരു ചോദ്യം. ആർ യു സ്റ്റിൽ എ വിർജിൻ? കൂട്ടുകാരോടൊന്നും പറയേണ്ട, നാണക്കേടാവും. നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാകണമെങ്കിൽ ഞാൻ പറയുന്നതുപോലെ ചെയ്യണം. എന്നായാലും ഇതൊക്കെ വേണം. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ എന്റെ കൂടെ പാടില്ല? നിനക്കെന്നെ വിശ്വസിക്കാം, ഒരിക്കലും ചതിക്കില്ല, ഒരു തവണ മാത്രം മതി തുടങ്ങി പലവിധ പ്രലോഭനങ്ങൾ വിവിധ രീതിയിൽ ഉപയോഗിക്കുന്ന കഴുകന്മാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അത് ഐസ്ക്രീമായോ ഭക്ഷണമായോ ചോക്കലേറ്റ് ആയോ പെർഫ്യൂമായോ ജ്യൂസായോ വരാം.
നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മലയാളി യുവതി ചൂഷണത്തിന് വിധേയയായി, നിലവിൽ ആരുമില്ലാതെ, ജീവിത യാഥാർത്ഥ്യങ്ങളോട് മല്ലടിച്ചു, ആദികളും വ്യാധികളുമായി ബാംഗ്ലൂരിൽ കഴിയുന്നത് നമുക്ക് അറിയാമല്ലോ. വീണ്ടും വേറെ ഒരു വിഷയവുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരെ എല്ലാവർക്കും ശുഭാശംസകൾ.